പൊതുവെ കേട്ടുവരുന്ന ഒരു കാര്യമാണ്. അതായത് കേരളത്തിൽ പലപ്പോഴും നടപ്പിലാക്കിയ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച, കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിലും നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ തന്നെ ഈ ദലിത് ഇസ്ലാം ഐക്യം എന്ന് പറഞ്ഞ ഒരു ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അത് പലപ്പോഴും കേരളത്തിലെ പല തീവ്ര ദലിത് സംഘടനകൾ ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളെ നേരിടാൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യാൻ കഴിയും? അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ ഹിന്ദു സമൂഹത്തെ പല തട്ടുകളിലാക്കി മാറ്റാനുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. ജാതിയുടെ പേരിൽ, പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ തന്നെയുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, സിഖുകാർ ഹിന്ദുക്കളല്ല എന്ന വാദമുന്നയിച്ച് ബ്രിട്ടീഷുകാർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുക്കളെ പല തട്ടിലാക്കി നിർത്തുക എന്നുള്ളത് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആവശ്യമായിരുന്നു. അക്കാലത്ത് തന്നെ ഇസ്ലാമിക സംഘടനകൾ ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിനുള്ളിൽ പിന്നോക്കക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അത് വിജയിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് മാപ്പിള ലഹളക്കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കേണ്ടി വന്നത് പിന്നോക്ക ഹിന്ദുക്കളാണ്, ഈ പറയുന്ന സോ കോൾഡ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കാണ്. അത് ഡോക്ടർ അംബേദ്കർ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകളുടെ ആ തന്ത്രം മാപ്പിള ലഹളക്കാലത്ത് ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറെ പുറകോട്ട് പോയി. പക്ഷെ പിന്നീട് കാലം മാറി വന്നപ്പോൾ 1947, 48, 49 കാലം വന്നപ്പോഴേക്കും പ്രത്യേകിച്ച് SNDP, NSS ഐക്യം പഴയ പോലെ ഉണ്ടാവാതിരിക്കുകയും അത് ദുർബലമാവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി 50കൾക്ക് ശേഷം. അപ്പോൾ അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന പേരിൽ ഒരു പുസ്തകം ഇറങ്ങിയത്. അസവർണർക്ക്, അതായത് സവർണരല്ലാത്തവർക്ക് നല്ലത് ഇസ്ലാം എന്ന പേരിൽ. ആ പുസ്തകം ഈ അടുത്ത കാലത്ത് വലിയ തോതിൽ പോപ്പുലർ ഫണ്ട് പ്രചരിപ്പിക്കുക ചെയ്തിരുന്നു. പോപ്പുലർ ഫണ്ടിൻ്റെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത സമയത്ത് പോലീസിന് കിട്ടിയ ഒരു പുസ്തകം, അവർ അട്ടിയിട്ട് വെച്ചിരുന്ന പുസ്തകം അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നുള്ള പുസ്തകം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ പിന്നോക്ക വിഭാഗങ്ങളെ വിഘടിപ്പിച്ച് ഹിന്ദുക്കളിൽ നിന്നും ആ ഒരു വലിയ വിഭാഗം, അതിലെ ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും മേജർ ചങ്ക് ഓഫ് ദ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അസവർണരാണ്, അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളും പിന്നോക്ക ഹിന്ദുക്കളാണ്. അപ്പോൾ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ മതമാണെന്നും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ മാത്രമാണെന്നും അല്ലാത്തവരൊക്കെ ഹിന്ദുക്കളല്ലാത്തവരാണ് എന്നും അങ്ങനെയുള്ളവരുമായിട്ട് ഇസ്ലാമിൻ്റെ ഒരു സഖ്യം ചേർന്നുകൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന ഒരാശയമാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. പക്ഷേ ഈ രാത്രി ആവുമ്പോൾ കുറുക്കൻ അതിൻ്റെ സ്വഭാവം കാണിക്കും എന്ന് പറയുന്ന പോലെ പല സന്ദർഭങ്ങളിലും ഇസ്ലാം പട്ടികജാതി പട്ടികവർഗങ്ങൾക്കും അല്ലെങ്കിൽ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കും എതിരായിട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വിഭജനത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ വിഭജന കാലഘട്ടത്തിൽ അക്രമം നടത്തുന്നതിന് നേരിട്ട ആളുകൾ മിക്കവാറും പേര് ബംഗാളിലായാലും അതല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നോക്ക വിഭാഗങ്ങളാണ്. ഇന്നും പാകിസ്ഥാനിൽ അനുഭവിക്കുന്നതും ഇപ്പോൾ വായുജിത്ത് തന്നെ എഴുതിയിട്ടുള്ളൊരു ലേഖനം മുമ്പ് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഒരു ജയൻ മണ്ഡലിൻ്റെ പാകിസ്ഥാനിലെ മന്ത്രിയായിരുന്നു, ഇവിടെ നിന്ന് പോയ ആളാണ്, പട്ടികജാതിക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് പാകിസ്ഥാൻ വിട്ട് ഓടി ഇവിടെ അഭയം പ്രാപിക്കേണ്ടി വന്നത് അവിടുത്തെ പട്ടികജാതിക്കാരോടുള്ള അവരുടെ സമീപനമാണ്. അപ്പോൾ അംബേദ്കർ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം സ്വീകരിക്കാതിരുന്നത്? അംബേദ്കർക്ക് വലിയൊരു വാഗ്ദാനം തന്നെ ഉണ്ടായിരുന്നു. ഇസ്ലാം മതത്തിലേക്ക് വന്നാൽ കോടിക്കണക്കിന് രൂപ ഹൈദരാബാദ് നൈസാം അടക്കം വാഗ്ദാനം നൽകിയിട്ടും അംബേദ്കർ എന്തുകൊണ്ടാണ് വരാതിരുന്നത് എന്നുള്ളത് അംബേദ്കർ തന്നെ അദ്ദേഹത്തിൻ്റെ തോട്ട്സ് ഓൺ പാകിസ്ഥാനിൽ എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിനുള്ളിലെ സാഹോദര്യം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന് മാത്രം അനുഭവിക്കാനുള്ളതാണ് എന്ന് അംബേദ്കർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ചിന്തിക്കുന്നവർക്ക് അന്നേ തന്നെ ഇസ്ലാമിൻ്റെ ഈ ഒരു കാപട്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പ്രവർത്തനം അവർ വളരെ ശക്തമായിട്ട്, ഇപ്പോൾ ഇടക്കാലത്ത് സംവരണ സംരക്ഷണ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മുന്നണി ഉണ്ടായി. അതൊക്കെ ലക്ഷ്യം വെച്ചത് ഈ പിന്നോക്ക പട്ടികജാതി ഹിന്ദുക്കളെ ഹിന്ദു സമൂഹത്തിൽ നിന്നും വേർപെടുത്തി ഒരു ഐക്യനിര കെട്ടിപ്പടുക്കാനാണ്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കി ആ സംഘടനകളൊക്കെ ഇപ്പോൾ അവരുമായിട്ടുള്ള സഖ്യം വിടുകയും ഈ കാര്യം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ എന്നുള്ളതാണ്. എന്നാലും അവരവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നൂടെ. ഈ അടുത്ത കാലത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു റെയ്ഡ് ചെയ്ത സമയത്ത് 2047 ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഇതൊരു
പ്രധാന അജണ്ടയായിരുന്നു. വളരെ, അതായത് ഇപ്പോഴും അവർ ശ്രമിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ചാതുർവർണ്ണ്യം എന്നുള്ള ചില നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ശ്രമിക്കുന്നത് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഏതൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ വിഘടിപ്പിക്കാമോ ഏതെല്ലാം തരത്തിൽ വിഘടിപ്പിക്കാമോ അതെല്ലാം പറഞ്ഞു ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ അടക്കമുള്ള ഹിന്ദു സമൂഹത്തെ, മുഴുവൻ ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തെ എടുക്കാൻ ശ്രമിച്ചാൽ ജാതിയുടെ പേരിൽ നടക്കുന്ന സംഘർഷം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ, ഇപ്പോൾ കേരളത്തിൽ ജാതിയുടെ പേരിൽ ഏത് സംഘർഷമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്ന, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ ചില സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരവാദി ദ്രാവിഡ രാഷ്ട്രീയമാണ്. അവിടെയും പക്ഷേ OBC ദളിത് സംഘർഷമാണ് കൂടുതലുള്ളത്. OBC ദളിത് സംഘർഷമാണ്. അല്ല, അവിടെ വരുമ്പോഴും യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ജാതിയുടെ പേരിൽ ഈ സംഘർഷം നടത്തുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രത്തിലാണ്. ജാതിക്കെതിരായിട്ട്, ഹിന്ദു സവർണ മേധാവിത്വത്തിനെതിരായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന EV രാമസ്വാമി നായിക്കരുടെ ആ ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലത്തിലാണ് ഈ പറയുന്ന ജാതി കലഹങ്ങളും ജാതിയുടെ മേലുള്ള പ്രശ്നങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ തമ്മിൽ ജാതിയുടെ പേരിലുള്ള സംഘർഷം ഈ പറയുന്ന രീതിയിൽ ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജാതിയുടെ പേരിൽ പീഡനങ്ങളില്ലെന്നോ തീർത്തും അത് അസ്തമിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ നമ്മൾ ഈ ടോർച്ച് പലപ്പോഴും ഇതര മതസ്ഥരുടെ ഉള്ളിലേക്ക് അടിക്കാറില്ല ആരും. ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ ഏതെല്ലാം തരത്തിലുള്ള സംഘർഷമാണ്, അവരുടെ ഉള്ളിലെ ഉൾപ്പിരിവുകൾ തമ്മിലുള്ള സംഘർഷം നടക്കുന്നത് എത്ര കണ്ട് വലുതാണ് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. സമസ്തയുടെ ഉള്ളിലെ തർക്കങ്ങൾ, സമസ്തയും അല്ലെങ്കിൽ സമസ്തയിൽ EK വിഭാഗവും AP വിഭാഗവും തമ്മിലുള്ളതും, അല്ലെങ്കിൽ നദുവത്തുൽ മുജാഹിദീൻ തമ്മിലുള്ളത്, വഹാബികളും സലഫികളും തമ്മിലുള്ളത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എത്രയോ സംഘർഷം പരസ്പരം. വൈദ്യുത്തിന് അറിയുമെന്ന് അറിഞ്ഞൂടാ, ഞാൻ ഈ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ, മെംഫിസ് ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ബുക്സ് വിൽക്കുന്ന ഷോപ്പ്, അവിടെ ചെന്നിട്ട് ഈ മാഗസിൻസ് കളക്ട് ചെയ്യാറുണ്ട്, ട്രെയിനിലിരുന്ന് വായിക്കാനൊക്കെ. അപ്പോൾ ഇസ്ലാമിക പബ്ലിക്കേഷൻസ് മാത്രം, റിസാല, പൂങ്കാവനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 24-25 സാധനത്തിൽ കോഴിക്കോട് കിട്ടും. ഈ 25 എണ്ണത്തിലും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ്, പരസ്പരമുള്ള വെല്ലുവിളികളാണ്. ഇപ്പോൾ മലപ്പുറത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ ഉമ്മർ ബഹാഫ് തങ്ങൾ അല്ലെങ്കിൽ ഉമ്മർ ഉസ്താദ് ഇന്ന ആൾക്ക് മറുപടി പറയുന്നു. ആർക്കാണ് മറുപടി പറയുന്നത്? മറുപടി പറയുന്നത് ഹിന്ദു നേതാക്കന്മാർക്കല്ല, അവരുടെ ഉള്ളിലെ തന്നെ തർക്കമാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ ഒരു പ്രശ്നം നായരും ഈഴവനും തമ്മിൽ, അല്ലെങ്കിൽ NSS SND തമ്മിൽ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ക്രൈസ്തവരുടെ ഇടയിൽ ഞാൻ പറയാതെ തന്നെ അറിയാം തമ്മിലുള്ള തർക്കം എത്ര ഭീകരമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിനുള്ളിലെ താരതമ്യേന ദുർബലമായ ഇത്തരം പ്രശ്നങ്ങളെ പെരിപ്പിച്ച് കാണിച്ച് ഹിന്ദുക്കളെ വിഘടിപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ് അത് എന്ന് കാണിച്ച് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഉള്ള ശ്രമം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നു എന്നുള്ളത് ഹിന്ദു സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്.